സാധാരണയായി ഉത്തര കൊറിയയിലാണ് പഞ്ചായത്തുകൾ നടക്കുന്നത്. എന്നാൽ ഇത്തവണ ദക്ഷിണ കൊറിയ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിൽ അകപ്പെട്ടിരിക്കുന്നതിനാൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് യൂൻ സുക് യോളിനെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഭരണഘടനാ കോടതി നീക്കം ചെയ്തു. ഭരണഘടന അനുവദിച്ച അധികാരം ദുരുപയോഗം ചെയ്തതിനാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയതെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് യൂൻ സുക് യോൾ അടുത്തിടെ ഒരു വിവാദ നിയമം അവതരിപ്പിച്ചതിനാൽ രാജ്യമെമ്പാടും ശക്തമായ എതിർപ്പാണ് ഉടലെടുത്തത്. ഒരു രാജ്യത്തെ സർക്കാരിനോ സിവിൽ ഭരണകൂടത്തിനോ ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ സൈന്യം നേരിട്ട് രാജ്യം ഭരിക്കുന്നു. ഇതിനായി രാഷ്ട്രപതി ഉത്തരവ് പുറപ്പെടുവിക്കും. അത്തരമൊരു നിയമത്തെ സൈനിക നിയമം എന്ന് വിളിക്കുന്നു. നിയമങ്ങൾ, പൗരന്മാരുടെ അവകാശങ്ങൾ, കോടതി അധികാരങ്ങൾ, സ്ഥാനത്തിന്റെ പൊതുഭരണം എന്നിവയെല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാക്കും. കലാപങ്ങൾ, വിപ്ലവങ്ങൾ തുടങ്ങിയ വലിയ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളുടെ സമയങ്ങളിൽ അത്തരമൊരു നിയമം നടപ്പിലാക്കും. കൂടാതെ ആഭ്യന്തരമോ ബാഹ്യമോ ആയ യുദ്ധങ്ങൾ, വലിയ അക്രമങ്ങൾ, ഭീകരാക്രമണങ്ങൾ എന്നിവയുള്ള സമയങ്ങളിലും ഈ നിയമം നടപ്പിലാക്കും. ഇത് നടപ്പിലാക്കിയാൽ പൊതുജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്യാം. കഴിഞ്ഞ ഡിസംബറിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഇത്തരമൊരു പട്ടാള നിയമം നടപ്പിലാക്കി. എന്നാൽ ശക്തമായ പൊതുജന എതിർപ്പിനെ തുടർന്ന് 6 മണിക്കൂറിനുള്ളിൽ നിയമം പിൻവലിക്കുകയായിരുന്നു. ദക്ഷിണ കൊറിയൻ ചരിത്രത്തിലെ ഇരുണ്ട ദിനമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിനെ തുടർന്നാണ് രാജ്യത്തെ ഭരണഘടനാ കോടതി യൂൻ സുക് യോളിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ നടപടിയെ തുടർന്ന് അടുത്ത 2 മാസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കും. നിലവിൽ യൂൻ സുക് യോളിനെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗൗരവമായ അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ പ്രതിപക്ഷ നേതാവ് ലീ ജെയ് മ്യൂങ് ആണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം അടുത്ത പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രി ഹാൻ തെങ് സു ഇടക്കാല പ്രസിഡന്റായി തുടരാനും സാധ്യതയുണ്ട്. ഇംപീച്ച് ചെയ്യപ്പെട്ട പ്രസിഡന്റിന് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പീപ്പിൾസ് പവർ പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അരങ്ങേറുന്ന സംഭവവികാസങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് അമേരിക്കയ്ക്കെതിരായ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം ദക്ഷിണ കൊറിയ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. ഇത്രയും കാലം അമേരിക്കയാണ് നേതൃത്വം നൽകിയത് എന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ദക്ഷിണ കൊറിയയിലെ ഭരണം അട്ടിമറിക്കപ്പെട്ടതെന്ന് വിമർശനം ഉയർന്നേക്കാമെന്ന സ്ഥിതി നിലവിലുള്ളത്. ഉത്തര കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. വിദേശ നയത്തിൽ സുഹൃത്തായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ അയൽരാജ്യങ്ങളും ചില ആഭ്യന്തര കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ഉത്തര കൊറിയയിലാണ് സാധാരണയായി പഞ്ചായത്തുകൾ പതിവായി നടക്കാറുള്ളത്. എന്നിരുന്നാലും ഇത്തവണ ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധത വളരെയധികം ശ്രദ്ധ നേടി.